നമസ്കാരം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവിതം. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. നിരവധി ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ വേദങ്ങളിൽ തഥാസ്തു എന്ന് നമ്മൾ വേദങ്ങളിൽ പറയും. നനയ്ക്കുന്നത് ഭവിക്കട്ടെ. ഖുറാനിൽ, ബൈബിളിലൊക്കെ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, പല ആളുകളും വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ബിസിനസ് പടുത്തുയർത്തണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില ആളുകളൊക്കെ എത്തിച്ചേരുന്നുണ്ട്, ചില ആളുകൾക്കൊന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല. പല ആളുകൾ അതിനെക്കുറിച്ച് ആവും എന്നുള്ള കോൺഫിഡൻസ് പറയും, അഫർമേഷൻ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാറില്ല. ചില ആളുകളിൽ നടക്കാറുണ്ട്. എന്താണ് ഇത് നടക്കാതെ വരുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായി വർക്കൗട്ട് ചെയ്യുമോ? നമ്മൾ എന്ത് നനയ്ക്കുന്നത് നമുക്കത് ഭവിക്കാൻ സാധിക്കുമോ? നിങ്ങളൊരു വീട് വെക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീട് വെക്കുമെന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ ഈ വീട് വെക്കുന്നതിൻ്റെ എൻഡ് റിസൾട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ആ വീട് വെച്ച് ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതും, നിങ്ങൾ കുടുംബമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും, നിങ്ങളെ കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരുന്നതും, നിങ്ങളെ പല ബന്ധുക്കൾ നിങ്ങളെ കാണാൻ വരുന്നതും, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീലും, നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത്, നിങ്ങൾ കുടുംബമായിട്ട് എൻജോയ് ചെയ്യുന്ന ആ ഒരു ഫീല് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ അത് റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരത്തുള്ളൂ. നിങ്ങളൊരു കാറ് വാങ്ങാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെ ആ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് ആ കാറ് വാങ്ങാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ കാറ് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഈ കാറ് കൃത്യമായി വാങ്ങിയതിന് ശേഷം ആ കാറിൽ യാത്ര ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ആ കാറിൻ്റെ കളറ്, അതോടൊപ്പം തന്നെ കാറിൻ്റെ ഇൻറ്റീരിയൽ, ആ ഇൻറ്റീരിയൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതും, ആ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങൾ സംസാരിക്കുന്നതും, പല സ്ഥലത്ത് നിങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്ത് പോകുന്ന ആ ഒരു അപ്പിയറൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലൂടെ പോകാൻ സാധ്യമായ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു ബേസിക് തിയറി, ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ, സയൻസുമായിട്ട് പ്ലഗ് ചെയ്ത് ഇതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ലോ ഓഫ് അട്രാക്ഷൻ മീൻസ് നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിങ്ങിലൂടെ നിങ്ങൾക്കൊരു തോട്ട് പ്രോസസ്സ് നടക്കും. കൃത്യമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു തോട്ട് പ്രോസസ്സ് നടക്കും. ഒരു ശരാശരി മനുഷ്യന് ഒരു 36,000 മുതൽ 60,000 വരെ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. ചില ആളുകളിൽ ആ 60,000 ഉയരത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ഒരു 75-80 ഒക്കെ ചില ആളുകളിൽ ചിന്തകൾ ഒരു ദിവസം പോകും. പക്ഷേ 90% ആളുകളും ഒരു ദിവസം ചിന്തിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് പിറ്റേ ദിവസം ചിന്തിക്കുന്നത്. നിങ്ങൾ ഇന്ന് എന്ത് ചിന്തിച്ചോ അത് തന്നെ പിറ്റേ ദിവസം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ ഈ ചിന്തകൾ, പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ഒരു പുതിയൊരു പ്രോസസ്സ് ഉണ്ടാക്കി ലോ ഓഫ് അട്രാക്ഷൻ മുഖേന അല്ലെങ്കിൽ ആകർഷണ നിയമം പ്രകാരം നമ്മളത് നേടാൻ സാധ്യമാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത് പോലെ, കാറാണെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്നത് പോലെ, ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ആ ഫീലല്ല അവിടെ ഇരിക്കുന്നതും, എംപ്ലോയീസിനെ എടുത്ത് നിങ്ങൾ സംസാരിക്കുന്നതും, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതും, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ഫീലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. നിങ്ങളുടെ മനസ്സിലൂടെ അനുഭവിക്കാൻ സാധിക്കണം. നിങ്ങളുടെ ശരീരം അത് കൃത്യമായി അനുഭവിക്കണം. നിങ്ങൾ കോടീശ്വരനാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കോടീശ്വരനായതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന പല പ്രക്രിയകളും, നിങ്ങൾ പല ആളുകൾക്ക് സംഭാവന കൊടുക്കുന്നതും, നിങ്ങൾ വലിയ ബിസിനസ് പടുത്തുയർത്തുന്നതും, നിങ്ങൾ പല പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതും, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. ആ ഫീൽ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒരു നല്ലൊരു തോട്ട് പ്രോസസ്സ്, നല്ലൊരു തോട്ട് വിഷ്വലൈസേഷൻ, ഇതിൻ്റെ കൃത്യമായ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കും. ഈ മനസ്സിലേക്ക് കൊടുക്കുന്ന ആ ഒരു വിഷ്വലൈസേഷൻ അത് നന്നായിട്ട് ബിലീവ് ചെയ്യാൻ സാധിക്കണം. അതിനകത്ത് എന്തെങ്കിലും ഒരു സംശയം കൊടുത്താൽ, നിങ്ങൾ മനസ്സിലേക്ക് പോകുന്ന ചിന്തകൾ, ഞാൻ പറഞ്ഞല്ലോ 36,000 മുതൽ 60,000 വരെ ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകുന്നത്. ഈ ചിന്തകൾ ഈ ബ്രെയിനിലൊരു പുതിയൊരു ന്യൂറൽ പാത്വേ, നിങ്ങൾ പുതിയ ആഗ്രഹം ഫിക്സ് ചെയ്യുമ്പോൾ പുതിയൊരു ന്യൂറൽ പാത്വേ, ഈ ന്യൂറൽ പാത്വേ ആണ് ഫിക്സഡായിട്ടുള്ള ചിന്തകളുള്ള ആളുകൾക്ക് ആ പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാവത്തില്ല. അവർക്ക് ഫിക്സഡായിട്ട് ഡെയിലി റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഓരോ തോട്ട് പ്രോസസ്സ് തന്നെ പിറ്റേ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ന്യൂറൽ പാത്വേ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ പുതിയൊരു ആഗ്രഹം നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ നിരന്തരമായി ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയെന്നിരിക്കണം. നിരന്തരമായിട്ട് നിങ്ങൾ വീടെന്ന ആഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ആ വീട് വിഷ്വലൈസ് ചെയ്യുന്നു, വീട്ടിൽ ജീവിക്കുന്നത് കാണുന്നു, നിങ്ങൾ കാറെന്ന ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കൊടുക്കുന്നു, ബിസിനസ് എന്ന വലിയ സാമ്രാജ്യം നിങ്ങൾ മനസ്സിൽ കൊടുക്കുന്നു. ഈ പ്രോസസ്സ് തന്നെ നിരന്തരം കണ്ട് അതിന്
പറ്റിയൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പുതിയൊരു ഇൻസ്ട്രക്ഷൻ, പുതിയൊരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. ഈ ന്യൂറൽ പാത്വേ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ആക്ഷനിലേക്ക് പോകും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കണ്ടുമുട്ടാൻ, ഇപ്പോൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ അനുയോജ്യമായ സ്ഥലം, അനുയോജ്യമായ ആർക്കിടെക്ട് അടക്കം നല്ലൊരു ഡിസൈനറൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനും എടുക്കാനും, അങ്ങനെ നിങ്ങളിലേക്ക് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെ നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ സാധിക്കും, നല്ല കാറ് വാങ്ങാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊരു സക്സസ്സും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പടുത്തുയർത്താൻ പറ്റും. പക്ഷേ വെറുതെ അഫർമേഷൻ കൊടുത്തൊരു കാര്യമില്ല, നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഫീലിലൂടെ നന്നായിട്ടൊരു തോട്ട് പ്രോസസ്സ്, നല്ലൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുവാൻ സാധിക്കണം. ആ തോട്ട് പ്രോസസ്സ് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ തോട്ട് പ്രോസസ്സ് കൊടുക്കുമ്പോൾ പുതിയൊരു ന്യൂറൽ പാത്വേ നിങ്ങളുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്നു. ആ ന്യൂറൽ പാത്വേ നിങ്ങൾ എപ്പോഴും ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാനും ആ കാര്യം നേടുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുന്നിലൊക്കെ വരുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ബ്രെയിൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നു. അങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാ ആളുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റണം. നമ്മളെല്ലാവരും, മനുഷ്യന് മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മാഗ്നറ്റ് ഉണ്ട്. കൃത്യമായ ഒരു മാഗ്നറ്റിലാണ് നിൽക്കുന്നത്. ഒരു ഗുരുത്വാകർഷണം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സൂര്യനാണെങ്കിലും ശരി, ചന്ദ്രനാണെങ്കിലും ശരി, നക്ഷത്രങ്ങളാണെങ്കിലും ശരി, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. എല്ലാ മനുഷ്യനും ജീവജാലങ്ങളെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പരസ്പരം സഹായത്തോടു കൂടി പരസ്പരം ആകർഷിച്ച് നിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു യൂണിവേഴ്സൽ ലോയുടെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മാഗ്നറ്റാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും പരസ്പരം ആകർഷിക്കാൻ പറ്റും. എല്ലാവരുടെയും ഒരു ആകർഷണ നിയമം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ചിന്ത കൊടുക്കട്ടെ. ഒരേ ബിസിനസ് തന്നെ നിരന്തരം ആകർഷിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആ ബിസിനസ് എത്തിച്ചേരും. അതിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവാണ് കാണുന്നത്. നിങ്ങൾ വളരെ ഒരു ദാരിദ്ര്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് കൃത്യമായും ദാരിദ്ര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവരൊരിക്കലും റിച്ചാവാനുള്ള സാധ്യതയില്ല. നിങ്ങൾ നിരന്തരം സമ്പത്ത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു സമ്പന്നനാവും. അപ്പോൾ നിരന്തരമായി കാണുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഫലിക്കും. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ, വളരെ നല്ല സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതാ മനോഭാവങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾ ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും ശത്രുത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഫോർഗീവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് ലോ ഓഫ് അട്രാക്ഷനെ ബാധിക്കും. അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകളെല്ലാം ഒഴിവാക്കി വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ബൈ.